സാവോയിലെ നരഭോജികൾ എന്ന കഥയുടെ നാലാമത്തേതും അവസാനത്തേതുമായ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഥയുടെ 1, 2, 3 ഭാഗത്തിന്റെ ലിങ്കുകൾ വീഡിയോയുടെ കീഴിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അധ്യായം 8. ഒന്നാമത്തെ നരഭോജി കൊല്ലപ്പെടുന്നു. എന്നെ സഹായിക്കുവാനായിട്ട് വന്നവർ പോയിട്ട് 1-2 ദിവസം കഴിഞ്ഞു. ഡിസംബർ 9 നേരം പുലർന്നു. ഞാൻ എൻ്റെ ബോമയിൽ നിന്നും വർക്കിംഗ് സൈറ്റിലേക്ക് പുറപ്പെടുമ്പോൾ സിംബ സിംബ എന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്വാഹിലി ഭയത്തോടെ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു. അവൻ ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ നരഭോജികൾ നദിക്കരയിലെ ക്യാമ്പിൽ നിന്നും ഒരാളെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചുവെന്ന് മനസ്സിലായി. എന്നാൽ അവരതിൽ പരാജയപ്പെട്ടു. അതോടെ ഒരു കഴുതയെ പിടികൂടി കൊന്നു. ആ സമയം സിംഹങ്ങൾ അതിനെ തിന്നുന്ന തിരക്കിലായിരുന്നു. അവസാനം ഇതാ എൻ്റെ അവസരം എത്തിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കുവാനായിട്ട് ഫർഗുഹർ എനിക്ക് നൽകിയിരുന്ന ഭാരമേറിയ റൈഫിളിനെ കുറിച്ച് ഞാൻ ഓർത്തു. അതെടുക്കുവാനായിട്ട് ക്യാമ്പിലേക്ക് ഓടി. എന്നിട്ട് ഫർഗുഹറിന്റെ റൈഫിളും എടുത്ത് സ്വാഹിലിയുടെ കൂടെ ഞാൻ ശ്രദ്ധയോടെ സിംഹങ്ങളെ സമീപിക്കുവാൻ തുടങ്ങി. അവറ്റകൾ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മുൻപോട്ട് നീങ്ങവേ ഇടതൂർന്ന കുറ്റിക്കാടിന്റെ ഇടയിലൂടെ അവയിൽ ഒന്നിനെ കാണുവാനും കഴിഞ്ഞു. എന്നാൽ എൻ്റെ കഷ്ടകാലത്തിന് പിന്നാലെ വന്നിരുന്ന സ്വാഹിലി ഒരു ദ്രവിച്ച മരക്കൊമ്പ് ചവിട്ടിപ്പൊട്ടിച്ചു. തന്ത്രശാലിയായിട്ടുള്ള ആ മൃഗം ആ ശബ്ദം കേട്ടു. അവൻ ഭീഷണമായിട്ടൊരു മുരൾച്ച മുഴക്കി. പിന്നെ നിമിഷ നേരം കൊണ്ട് അതിനടുത്തുള്ള കൊടുങ്കാട് പോലെ കാണപ്പെടുന്ന ഒരു ചെറിയ തുണ്ടു പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷനായി. ഒരിക്കൽ കൂടി അവൻ എന്നിൽ നിന്ന് രക്ഷപ്പെടുകയാണോ എന്ന ചിന്തയും നിരാശയുമായിട്ട് ഞാൻ ക്യാമ്പിലേക്ക് മടങ്ങി. എന്നിട്ട് കഴിയാവുന്നത്ര ജോലിക്കാരെ വിളിച്ചുകൂട്ടി. അവരോട് ചെണ്ടകളും ടിൻ ക്യാനുകളും തുടങ്ങി ശബ്ദമുണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന സകല വസ്തുക്കളും കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. വേഗം തന്നെ അവരെ ആ കാടിന്റെ ചുറ്റുമായിട്ട് ഒരു പകുതിയോളം ഭാഗത്ത് വലയം ചെയ്യിപ്പിച്ച് നിർത്തി. എന്നിട്ട് ഞാൻ മറുവശത്തേക്ക് വലം വെച്ച് നടന്നു. ഞാൻ മറുവശത്ത് എത്തിയെന്ന് മനസ്സിലായ ഉടനെ ചെണ്ടകളും ക്യാനുകളും ഒരേ സമയം അടിച്ച് ശബ്ദമുണ്ടാക്കണമെന്ന് തലവൻ ജമേദാറിന് നിർദ്ദേശം നൽകിയിരുന്നു. ഞാൻ ഏകനായിട്ടാണ് കാടിന്റെ മറുവശത്തേക്ക് നീങ്ങിയത്. സിംഹം വരുവാനായിട്ട് സാധ്യതയുള്ള ഒരു നല്ല സ്ഥാനം വൈകാതെ കണ്ടെത്തി. അതിപ്പോൾ ഒളിച്ചിരിക്കുന്ന കാട്ടിൽ നിന്നും കടന്നു വരുന്ന വിശാലമായിട്ടുള്ളൊരു മൃഗത്താരായിരുന്നു. ഞാനൊരു ചെറിയ ചിതൽപുറ്റിന്റെ പിന്നിലായിട്ട് പതിഞ്ഞു കിടന്നു. പിന്നെ പ്രതീക്ഷയോടെ റൈഫിളും നീട്ടിപ്പിടിച്ച് കാത്തിരുന്നു. അധികം താമസിച്ചില്ല. കൂലിക്കാർ നിൽക്കുന്ന ദിശയിൽ നിന്നും വലിയ ശബ്ദമുയർന്നു. ഉടൻ തന്നെ എൻ്റെ കാത്തിരിപ്പിന് ഉത്തരമെന്നോണം ആ പാതയിലേക്ക് അത്ര വലിയ സടയൊന്നുമില്ലാത്തൊരു സിംഹം പ്രവേശിച്ചു. മാസങ്ങളോളം നീണ്ടുപോയ ദുഷ്കരമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ ഇതാ ഈ ക്രൂരന്മാരിൽ ഒന്നിനെ ഞാനിപ്പോൾ അവസാനിപ്പിക്കുവാൻ പോകുന്നു. എനിക്ക് അപ്പോഴുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പതിയെ അവൻ ആ പാതയിലൂടെ മുൻപോട്ട് വരികയാണ്. ഓരോ നിമിഷം കൂടുമ്പോഴും സിംഹം ഒന്ന് നിൽക്കും, എന്നിട്ട് ചുറ്റും നോക്കും. ഞാൻ അവൻ്റെ കാഴ്ചയിൽ നിന്നും ഭാഗികമായിട്ട് മാത്രമാണ് മറഞ്ഞു കിടക്കുന്നത്. പിന്നിൽ നിന്നും ഉയരുന്ന കോലാഹലത്തിന്റെ ശബ്ദത്തിൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. അല്ലായിരുന്നുവെങ്കിൽ അവൻ എന്നെ ഉറപ്പായിട്ടും കണ്ടേനെ. അവൻ എൻ്റെ സാന്നിധ്യം ഇതുവരെയും അറിയാത്തതുകൊണ്ട് അതിനെ ഏകദേശം എൻ്റെ 15 വാരയ്ക്കുള്ളിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് റൈഫിൾ ചൂണ്ടി കൃത്യമായിട്ട് ഉന്നം പിടിച്ചു. ഞാനത് ചെയ്യുവാനായിട്ട് തുടങ്ങിയ ആ നിമിഷത്തിൽ സിംഹം എന്നെ കണ്ടു. ഒരു പക്ഷേ അവന് ആശ്ചര്യം തോന്നിയിരിക്കാം. നരഭോജി തൻ്റെ മുൻകാലുകൾ നിരത്തുകുത്തി ഊരയമർത്തി ഗംഭീരമായിട്ടിരുന്നു. എന്നിട്ട് ക്രൂരമായിട്ട് മുരണ്ടു. എൻ്റെ റൈഫിൾ അവൻ്റെ തലച്ചോറിനെ ലക്ഷ്യം വെച്ചു. അവസാനമിതാ അവൻ എൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ ഓർക്കേണ്ട മറ്റൊരു സത്യമുണ്ടായിരുന്നു. അത് ഇതാണ്: ഒരിക്കലും പരീക്ഷിച്ചു നോക്കാത്ത ഒരു ആയുധത്തെയും വിശ്വസിക്കരുത്. ഞാൻ ട്രിഗർ വലിച്ചു. എന്നാൽ എന്നിലെ ഭീതിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മിസ് ഫയറിന്റെ മങ്ങിയ ശബ്ദം മാത്രമാണ് പുറത്തേക്ക് വന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവത്തിൽ ഞാൻ വിറച്ചുപോയി. അതുകൊണ്ട് ഇടതു ബാരൽ ഉപയോഗിച്ച് വെടിവെക്കുവാനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും മറന്നു. സമയം കിട്ടുമെങ്കിൽ വീണ്ടും ലോഡ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ തോളിൽ നിന്ന് റൈഫിൾ ഇറക്കി. ഞാൻ പ്രതീക്ഷിച്ചത് ആ ജന്തു എൻ്റെ നേർക്ക് കുതിച്ചു വരുമെന്നാണ്. എന്നാൽ ഭാഗ്യത്തിന് ആ സിംഹത്തിന് തൻ്റെ പിന്നിലുള്ള കൂലികളുടെ ബഹളവും അലർച്ചകളും കാരണം ശ്രദ്ധ തെറ്റുകയാണ് ചെയ്തത്. അവൻ വീണ്ടും കാടിന്റെ മറ്റൊരു വശത്തേക്ക് എടുത്തു ചാടി. അപ്പോഴേക്കും ഞാൻ ബുദ്ധി വീണ്ടെടുത്തിരുന്നു. അവൻ ചാടിയപ്പോൾ തന്നെ ഇടതു ബാരലിൽ നിന്നും അതിനു നേരെ വെടിവെച്ചു. കോപത്തോടെയുള്ളൊരു മുരൾച്ച കേട്ടു. അതിന് വെടിയേറ്റെന്ന് മനസ്സിലായി. എങ്കിലും ഒരിക്കൽ കൂടി രക്ഷപ്പെടുന്നതിൽ ആ മൃഗം വിജയിച്ചു. കുറച്ചു ദൂരം ഞാൻ അവനെ പിന്തുടർന്നുവെങ്കിലും ഒടുവിൽ ഒരു പാറക്കെട്ടിൽ വെച്ച് അതിൻ്റെ അടയാളങ്ങൾ നഷ്ടമായി. എൻ്റേതല്ലാത്ത ഒരു ആയുധത്തിൽ വിശ്വസിക്കുവാനായിട്ട് തീരുമാനിച്ച ആ സമയത്തെ ഞാൻ വെറുപ്പോടെ ശപിച്ചു. നിരാശയും സങ്കടവും കൊണ്ട് ഞാൻ തോക്കിൻ്റെ ഉടമയെയും അതിൻ്റെ നിർമ്മാതാവിനെയും പിന്നെ റൈഫിളിനെയും തെറി വിളിച്ചു. പൊട്ടിത്തെറിക്കാത്ത കാർട്രിഡ്ജെ വേർപെടുത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഫയറിംഗ് പിൻ പെർക്കുഷൻ ക്യാപ്പിൽ തട്ടിയിട്ടില്ല. ക്യാപ്പ് ചെറുതായിട്ടൊന്ന് ചളങ്ങിയിട്ടുണ്ട്. മുഴുവൻ തെറ്റും റൈഫിളിൻ്റെ ഭാഗത്താണ്. പിന്നീട് അത് തെറിയുടെ അകമ്പടിയോടെ ഫർഗുഹറിന് തിരിച്ചു നൽകി. ഈ സംഭവത്തോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ആ സിംഹങ്ങൾ യഥാർത്ഥത്തിൽ ദുരാത്മാക്കളാണെന്നും മാരകായുധങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം തന്നെയാണ് അതിനുള്ള തെളിവെന്നും ഇന്ത്യക്കാർ എന്നത്തേക്കാളും ഉപരിയായിട്ട് ഉറച്ചു വിശ്വസിച്ചു. എനിക്കും അങ്ങനെ തോന്നാതെ ഇരുന്നില്ല. എന്തോ ഒരു നിഗൂഢ ശക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അതവരെ സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ജന്തുക്കൾ
അസാമാന്യമായ ഭാഗ്യമുള്ളവരാണ്. ഈ ദയനീയമായിട്ടുള്ള പരാജയത്തിന് ശേഷം ക്യാമ്പിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല. എങ്കിലും അതിനു മുൻപ് ചത്തുകിടക്കുന്ന കഴുതയെ ഒരു നോക്ക് കാണുവാനായിട്ട് ഞാൻ നടന്നു. കഴുതയുടെ കാൽഭാഗത്തോളം അത് ആഹരിച്ചു എന്ന് കണ്ടെത്തി. സിംഹങ്ങൾ ഇരയുടെ വാലിൽ നിന്നുമാണ് തീറ്റ തുടങ്ങുന്നത്. അവസാനമാണ് തലയിലെത്തൂ. ഇത് കൗതുകകരമായിട്ടുള്ള വസ്തുതയാണ്. തീറ്റയെടുപ്പ് തുടക്കത്തിലെ തന്നെ തടസ്സപ്പെട്ടതുകൊണ്ട് രാത്രിയിൽ ഏതെങ്കിലും ഒരു മൃഗം കഴുതയുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള ഒരു മരം പോലും അവിടെ അടുത്തെങ്ങുമില്ല. അതുകൊണ്ട് ഞാൻ കഴുത കിടക്കുന്ന ഇടത്തു നിന്നും 10 അടി അകലെയായിട്ട് ഒരു തട്ട് സ്ഥാപിച്ചു. ഏകദേശം 12 അടിയോളം ഉയരമുള്ള ഈ മച്ചാൻ 4 തൂണുകൾ നിലത്ത് കുഴിച്ചിട്ട് മുകളിൽ ഇരിക്കുവാനായിട്ട് ഒരു പലക വെച്ച് പരസ്പരം ചേർത്ത് കെട്ടിയ ഒന്നായിരുന്നു. ആ സമയത്ത് നിലാവില്ല. രാത്രിയാകട്ടെ കൂരിട്ടിട്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് കഴുതയുടെ ജഡം പരിസരത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ശക്തമായിട്ടുള്ള വയറുകൾ കൊണ്ട് കെട്ടി ഉറപ്പിച്ചു. ഈ മുൻകരുതൽ കൊണ്ട് ഞാൻ വെടിയുതിർക്കും മുൻപ് കഴുതയുടെ ശരീരത്തെ ഞാൻ അറിയാതെ വലിച്ചിഴയ്ക്കുവാനായിട്ട് അവർക്ക് സാധിക്കില്ല. സൂര്യാസ്തമയമായപ്പോൾ തുറന്ന ആ മച്ചാനിൽ ഞാൻ കയറിപ്പറ്റി. ഇത്തവണ എൻ്റെ തോക്കുവാഹകനായ മഹിനയെ കൂട്ടത്തിൽ കൂട്ടേണ്ടതില്ലെന്നാണ് തീരുമാനിച്ചത്. ഞാൻ സന്തോഷത്തോടെ അവനെയും കൂട്ടത്തിൽ കൂട്ടുമായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അയാൾക്ക് വല്ലാത്ത ചുമ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അവൻ അശ്രദ്ധമായിട്ട് എന്തെങ്കിലും ശബ്ദമോ ചലനമോ ഉണ്ടാക്കുമോ എന്നും ഭയപ്പെട്ടു. ഇരുട്ട് വീണു. പ്രകൃതി അസാധാരണമായിട്ട് നിശ്ചലമായി. ഇരുണ്ട ഒരു രാത്രിയിലെ ആഫ്രിക്കൻ കാടിന്റെ നിശബ്ദത എന്താണെന്ന് അറിയണമെങ്കിൽ അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ്. പ്രത്യേകിച്ചും ഞാനെന്ന് അനുഭവിച്ചതുപോലെ ഏകാഗിയായിട്ട് സഹജീവികളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ രാത്രിയിലെ അവസ്ഥ വളരെയേറെ ഭീകരമായിരുന്നു. ഏകാന്തതയും നിശബ്ദതയും എൻ്റെ ജാഗ്രതയും എല്ലാം തന്നെ എന്നിൽ വലിയ സ്വാധീനം ചെലുത്തി. വൈകാതെ എൻ്റെ ചുറ്റുപാടുമായിട്ട് ഞാൻ നന്നായിട്ട് ഇണങ്ങിച്ചേർന്നു. പൊടുന്നനെ ഒരു ചില്ല ഒടിയുന്ന ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. കൂടുതൽ ശബ്ദം കേൾക്കുമോ എന്നറിയുവാനായിട്ട് ചെവികളെ ആയാസപ്പെടുത്തി. ഏത് നിമിഷവും കുറ്റിക്കാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ശരീരം സൃഷ്ടിക്കുന്ന കിരികിര ശബ്ദം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. നരഭോജി എത്തിയിരിക്കുന്നു. ഞാൻ മനസ്സിലോർത്തു. തീർച്ചയായിട്ടും ഇന്ന് രാത്രി എൻ്റെ ഭാഗ്യദോഷം മാറും. ഞാൻ ആ മൃഗങ്ങളിൽ ഒന്നിനെ ഇന്ന് അവസാനിപ്പിക്കും. അഗാധമായിട്ടുള്ള നിശബ്ദത വീണ്ടും വ്യാപിച്ചു. ഒരു പ്രതിമ പോലെ ഞാൻ ആ ഉയർന്ന ഇരിപ്പിടത്തിൽ ആകാംക്ഷയോടെ ഇരുന്നു. വൈകാതെ സിംഹം എത്തിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അവസാനിച്ചു. കുറ്റിക്കാട്ടിൽ എവിടെയോ നിന്നും അതിൻ്റെ വിശപ്പോടെയുള്ള നീണ്ട ദീർഘനിശ്വാസം കേട്ടു. അവൻ ജാഗ്രതയോടെ മുൻപോട്ട് വരികയാണ്. പക്ഷേ വീണ്ടും കിരീരാ ശബ്ദം കേട്ടു. 1-2 നിമിഷങ്ങൾ കൂടി കടന്നുപോയി. സിംഹം പെട്ടെന്ന് നിന്നു. കോപാകുലമായിട്ടുള്ള ഒരു അലർച്ചയാണ് പിന്നെ മുടങ്ങിയത്. എൻ്റെ സാന്നിധ്യം അവന് മനസ്സിലായെന്ന് ഈ ഗർജനം എന്നോട് പറഞ്ഞു. മുൻപ് പലവട്ടം ഞാൻ അനുഭവിച്ച അതേ നിരാശ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ കാത്തിരിക്കുകയാണോ എന്നോർത്ത് ഞാൻ വല്ലാതെ ആകുലപ്പെട്ടു. എന്നാൽ അതൊന്നുമല്ല സംഭവിച്ചത്. കാര്യങ്ങൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു വഴിത്തിരിവിലെത്തി. വേട്ടക്കാരൻ വേട്ടയാടപ്പെടുന്നവനായി. ആ നരഭോജി അതിനു വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയ ഇരയെടുക്കുവാൻ വരുന്നതിന് പകരം എന്നെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. ഏകദേശം 2 മണിക്കൂറോളമാണ് അത് ആ രാത്രിയിൽ എന്നെ ഭയപ്പെടുത്തിയത്. നരഭോജി വളരെ പതുക്കെ എൻ്റെ മച്ചാന് വിശാലമായ ആവൃത്തിയിൽ ഇഴഞ്ഞു നീങ്ങി. പിന്നെ ക്രമേണ അവൻ കൂടുതലായിട്ട് മച്ചാനോട് അടുത്തു വന്നു. ഏത് നിമിഷവും അത് മച്ചാനിലേക്ക് കുതിച്ചെത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടായിരുന്നില്ല ആ മച്ചാൻ നിർമ്മിച്ചത്. മച്ചാനെ താങ്ങുന്ന ദുർബലമായിട്ടുള്ള തൂണുകളിൽ ഒന്ന് ഒടിഞ്ഞാലോ അല്ലെങ്കിൽ ആ സിംഹത്തിന് 12 അടി മുകളിലേക്ക് കുതിക്കുവാനോ കഴിയുമെങ്കിൽ ഞാൻ ഇന്നിവിടെ അവസാനിക്കും. ആ ചിന്ത അത്ര സുഖകരമായിരുന്നില്ല. എനിക്ക് ഭയം തോന്നുവാൻ തുടങ്ങി. ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥലത്ത് കയറി നിൽക്കുവാൻ തോന്നി ആ നിമിഷത്തെ ഓർത്ത് സ്വയം ശപിച്ചു. കണ്ണിമ ചിമ്മുവാൻ പോലും ധൈര്യമില്ലാതെ ഞാൻ പൂർണ്ണമായും നിശ്ചലനായിരുന്നു. ആ സമ്മർദ്ദം എൻ്റെ ഞരമ്പുകളിൽ പോലും അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ പൊടുന്നനെ അർദ്ധരാത്രിയിൽ പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ തലയുടെ പിറകിൽ തട്ടി. ആ നിമിഷത്തിൽ ഞാൻ അനുഭവിച്ച ഞെട്ടൽ എന്തായിരുന്നുവെന്ന് എൻ്റെ വാക്കുകൾക്കും ഉപരിയായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഭയന്നുപോയി. ഇരിക്കുന്ന പലകയിൽ നിന്നും നിലത്തേക്ക് വീണുവെന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. നരഭോജി എൻ്റെ പിന്നിൽ നിന്നും മച്ചാനിലേക്ക് കുതിച്ചു കയറി വന്നുവെന്ന് ഞാൻ വിചാരിച്ചു. 1-2 നിമിഷങ്ങൾക്ക് ശേഷമാണ് ബോധം വീണ്ടെടുത്തത്. അപ്പോഴാണ് രാത്രിഞ്ചരനായിട്ടുള്ളൊരു മൂങ്ങയാണ് എൻ്റെ തലയിൽ വന്നിടിച്ചത് എന്ന് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. അതാകട്ടെ ഞാനൊരു മരത്തിൻ്റെ കൊമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് വന്നതാണ്. സാധാരണ ഒരു സാഹചര്യമാണെങ്കിൽ ഇതൊന്നും അത്ര ഭയാനകമായിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ആ സമയത്ത് ഇത് സംഭവിച്ചപ്പോൾ അത് എൻ്റെ മനോവീര്യത്തെ ഏറെക്കുറെ തളർത്തുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഞാൻ വീണ്ടും കഴിയുന്നത്ര നിശ്ചലമായിട്ട് അവിടെ ഇരുന്നു. ഉദ്യോഗത്താൽ ശരീരമാസകലം വിറകുണ്ടെങ്കിലും അല്പസമയത്തിൻ്റെ ഉള്ളിൽ സിംഹം എൻ്റെ നേരെ ഇഴയുവാൻ തുടങ്ങുന്നത് ഞാൻ കേട്ടു. നരച്ച അടിക്കാടുകൾക്കിടയിൽ അവൻ കുനിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്കതിനെ കാണുവാൻ കഴിഞ്ഞില്ല. മറിച്ച് അടിക്കാടുകളിൽ നിന്നും അത് പുറത്തേക്ക് വരുമ്പോൾ ഞാനതിനെ വ്യക്തമായിട്ടും കണ്ടു. അങ്ങനെ ക്രമേണ അവൻ എൻ്റെ മച്ചാനോട് അടുത്ത് വരികയാണ്. വേണ്ടത്ര അകലമായപ്പോൾ ഞാൻ ശ്രദ്ധാപൂർവ്വം ലക്ഷ്യം വെച്ച് ട്രിഗർ വലിച്ചു. വെടിയൊച്ചയുടെ ശബ്ദത്തെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഗർജനം ഉയർന്നു. അവൻ മച്ചാന് ചുറ്റുമാറ്റി എല്ലാ ദിശകളിലേക്കും വട്ടം കറങ്ങി ഓടുന്നത് എനിക്ക് വ്യക്തമായിട്ടും കേൾക്കാം.
അതിനുശേഷം അത് ഒന്നാമത്തെ ഒരു കുതിച്ചുചാട്ടം നടത്തി. അതാകട്ടെ നിബിഡമായിട്ടുള്ള ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിലേക്കായിരുന്നു. എനിക്കിപ്പോൾ അതിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും നരഭോജി കുതിച്ചു ചാടിയ ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി തുരുതുരാ വെടിയുതിർത്തു. നീണ്ടു നിൽക്കുന്ന ഞരക്കങ്ങളുടെ ഒരു പരമ്പരയാണ് ഞാനപ്പോൾ കേട്ടത്. ക്രമേണ ആ സ്വരം ആഴത്തിലുള്ള നിശ്വാസങ്ങളായി. പിന്നെ അത് പരിപൂർണമായിട്ട് നിലച്ചു. ഇത്രയും കാലം വരെ ഞങ്ങളെ ആഹരിച്ച 2 പിശാചുക്കളിൽ ഒന്ന് ഇനി മുതൽ ഞങ്ങളെ ശല്യപ്പെടുത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായി. ഞാൻ വെടിവെക്കുന്നത് നിർത്തിയപ്പോൾ കാടിന്റെ കുറുകെയായിട്ട് ഏകദേശം 1/4 മൈൽ അകലെയുള്ള ക്യാമ്പിലെ മനുഷ്യരിൽ നിന്നും എന്താണ് സംഭവിച്ചതെന്ന അന്വേഷണങ്ങൾ ഉയർന്നു. ഞാൻ സുരക്ഷിതനാണെന്നും എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും നരഭോജികളിൽ ഒന്ന് ചത്തുവെന്നും ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാ ക്യാമ്പുകളിൽ നിന്നും ആഹ്ലാദത്തിന്റെ വലിയൊരു ശബ്ദമുയർന്നു. അത് കിലോമീറ്ററുകളോളം ദൂരം നീണ്ട് കാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന മറ്റ് നിവാസികളെ വരെ അമ്പരപ്പിച്ച് കാണും. വൈകാതെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നിരവധി വിളക്കുകൾ മിന്നിമറയുന്നത് ഞാൻ കണ്ടു. ക്യാമ്പിലെ ഓരോ മനുഷ്യരും പുറത്തേക്ക് ഒഴുകിയെത്തി. അവർ ചെണ്ടകൾ അടിക്കുകയും കൊമ്പുകൾ ഊതുകയും ചെയ്തുകൊണ്ട് രംഗത്തേക്ക് ഓടി വന്നു. അവർ ഉയരമുള്ള മച്ചാനെ വളഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ മുൻപിൽ നിലത്ത് വീണ് സാഷ്ടാംഗം പ്രണമിച്ചു. മുബാറക് മുബാറക് എന്ന നിലവിളിയോടെ എന്നെ അവർ അഭിസംബോധന ചെയ്തു. അതിന്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ രക്ഷകനെന്നോ അങ്ങനെ എന്തൊക്കെയോ ആകാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ആ രാത്രിയിൽ സിംഹത്തിന്റെ ശവം കണ്ടെത്തുവാൻ തെരച്ചിൽ നടത്തുവാനുള്ള അവരുടെ ഉദ്ദേശത്തെ ഞാൻ വിലക്കി. ഒരുപക്ഷെ അതിന്റെ കൂട്ടാളി ഇപ്പോഴും സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. അവൻ ഏതു നിമിഷവും തിരച്ചിൽക്കാരെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ക്യാമ്പിലേക്ക് മടങ്ങി. അന്ന് അവിടെ വെച്ച് രാത്രിയുടെ ശേഷിച്ച യാമങ്ങൾ ആഘോഷിച്ചു. സ്വാഹിലികൾ അടക്കമുള്ള മറ്റ് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർ വന്യവും ക്രൂരവുമായ അവരുടെ കിരാതമായിട്ടുള്ള കാട്ടാള നൃത്തം നടത്തി. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ നേരം പുലരുവാനായിട്ട് അക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പായിരുന്നു അത്. ഒരുപക്ഷെ മുൻപുണ്ടായിട്ടുള്ളതുപോലെ ഇത്തവണയും ഏതെങ്കിലും പിശാച് അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാതെയും ഇരുന്നില്ല. നേരം നന്നായിട്ട് വെളുക്കും മുൻപ് തന്നെ ഞാൻ ആ സംഭവബഹുലമായ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ ഭയം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. എൻ്റെ ഭാഗ്യം എന്നെ വെറുപ്പിക്കുന്ന നിരവധി തന്ത്രങ്ങൾ പയറ്റിയതിനു ശേഷം അവസാനം ഇതാ എനിക്ക് അനുകൂലമായിരിക്കുന്നു. കുറച്ചു ദൂരം നടന്നു നോക്കിയെങ്കിലും കാര്യമായ ചോര അവിടെ എങ്ങും കണ്ടില്ല. ഒടുവിൽ ഒരു കുറ്റിക്കാടിനെ ചുറ്റിക്കറങ്ങി വരുമ്പോൾ പൊടുന്നനെ എൻ്റെ മുൻപിലായിട്ടൊരു വലിയ സിംഹം കുതിക്കുവാനായിട്ട് തയ്യാറെടുത്ത് കുനിഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷേ വീണ്ടും അടുത്തേക്ക് വന്നപ്പോൾ അത് മരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും എൻ്റെ അനുയായികളും അവിടെ എത്തി. വൈകാതെ കൂലികളും തടിച്ചുകൂടി. കുട്ടികളെപ്പോലെ സന്തോഷത്തോടെ ആർപ്പ് വിളിച്ച് ചിരിച്ചുകൊണ്ടവർ നൃത്തം ചെയ്തു. വിജയാഹ്ലാദത്തോടെ മൃതശരീരത്തിന് ചുറ്റും എന്നെ അവർ തോളിലേറ്റി ചുമന്നു. ഈ കൃതജ്ഞതാ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ ഞാൻ സിംഹത്തിന്റെ ശരീരം പരിശോധിച്ചു. 2 വെടിയുണ്ടകൾ അതിന് ഏറ്റതായിട്ട് കണ്ടെത്തി. ഒന്ന് ഇടതു തോളിന് പിന്നിലായിട്ട് വളരെ അടുത്തായിട്ട് പതിഞ്ഞിരുന്നു. അത് കൃത്യമായിട്ടും അവന്റെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയത്. മറ്റൊന്ന് പിൻകാലിലാണ് തറഞ്ഞത്. ഈ ട്രോഫി തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാനായിട്ട് കഴിയുന്ന ഒന്നായിരുന്നു. അവന്റെ മൂക്കിന്റെ അറ്റം മുതൽ വാലിന്റെ അറ്റം വരെ 9 അടി 8 ഇഞ്ച് നീളവും 3 അടി 9 ഇഞ്ച് ഉയരവും ഉണ്ടായിരുന്നു. നരഭോജിയെ ക്യാമ്പിലേക്ക് എത്തിക്കുവാനായിട്ട് 8 ആളുകൾ വേണ്ടിവന്നു. ഒരേ ഒരു ദോഷം സംഭവിച്ചത് എന്താണെന്നാൽ ബോമയിൽ എത്തിയപ്പോഴേക്കും മുള്ളുകൾ കൊണ്ട് അതിന്റെ ചർമ്മം വളരെയധികം കീറിയിരുന്നു. സാവോ ജില്ലയുടെ നിദ്രകളെ വളരെ കാലമായിട്ട് ഭംഗപ്പെടുത്തിയ കുപ്രസിദ്ധ നരഭോജികളിൽ ഒന്നിന്റെ മരണവാർത്ത ഉടൻ തന്നെ രാജ്യത്ത് ഉടനീളം പരന്നു. അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിരവധി ടെലഗ്രാമുകൾ എന്നെ തേടി വന്നു. റെയിൽവേയുടെ മുകളിലും താഴെയുമുള്ള അനേകം ആളുകൾ നരഭോജിയുടെ ചർമ്മം ഉരുനോക്ക് കാണുവാനായിട്ട് ഒഴുകിയെത്തി. അധ്യായം 9. രണ്ടാമത്തെ നരഭോജിയും കൊല്ലപ്പെടുന്നു. ഒരു സിംഹത്തിന്റെ മരണത്തോടെ സാവോയിലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടതില്ല. അവന്റെ കൂട്ടാളിയും അപകടകാരിയുമായിട്ടുള്ള മറ്റേ മൃഗം അപ്പോഴും പുറത്തുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ വസ്തുതയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളെ അലോസരപ്പെടുത്തുവാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സിംഹം പെർമനന്റ് വേ ഇൻസ്പെക്ടറെ പിടികൂടുവാനായിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അയാളുടെ ബംഗ്ലാവിന്റെ പടികൾ കയറി വന്ന നരഭോജി വരാന്തയ്ക്ക് ചുറ്റിനുമായിട്ട് പതുങ്ങി നടന്നു. എന്തോ ശബ്ദം കേട്ട ഇൻസ്പെക്ടർ മദ്യപിച്ച ഏതെങ്കിലും കൂലിയാണെന്ന് കരുതി വളരെ ദേഷ്യത്തോടെ കടന്നു പോടാ എന്ന് ആക്രോശിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം പുറത്തേക്ക് വരുവാനോ വാതിൽ തുറക്കുവാനോ ശ്രമിച്ചില്ല. അങ്ങനെ നരമാംസം നേടുവാനുള്ള തന്റെ ഉദ്യമത്തിൽ നിരാശനായ സിംഹം ഇൻസ്പെക്ടറുടെ 2 ആടുകളെ പിടികൂടിയിട്ട് അവിടെ വെച്ച് തന്നെ ആഹരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അടുത്ത രാത്രി ഇൻസ്പെക്ടറുടെ ബംഗ്ലാവിനടുത്ത് ഇരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ ഒരു ഒഴിഞ്ഞ ഇരുമ്പ് കൂടും ഉണ്ടായിരുന്നു. അതിൽ ഇരുന്നു കൊണ്ട് വെടിവെക്കുവാനായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള പഴുതും ഉണ്ടായിരുന്നു. കൂടിന് പുറത്തായിട്ട് ഞാൻ 250 പൗണ്ട് ഭാരം വരുന്ന ഒരു റെയിലിൽ 3 ആടുകളെ കെട്ടിയിട്ടു. നേരം പുലരുന്നതിന് തൊട്ടു മുൻപ് വരെ രാത്രി അശാന്തമായിട്ട് കടന്നുപോയി. ഒടുവിൽ പുലർച്ചയ്ക്ക് തൊട്ടു മുൻപ് സിംഹം പ്രത്യക്ഷപ്പെട്ടു. ഒരു ആടിന് നേർക്കവൻ കുതിച്ചു. പിന്നെ അതിനെ കടിച്ചെടുത്ത് വേഗത്തിൽ നീങ്ങുവാൻ ശ്രമിച്ചു. അതോടൊപ്പം മറ്റുള്ള ആടുകളെയും റെയിലിനെയും വലിച്ചെഴിച്ചു. ഞാൻ അതിന്റെ ദിശ ലക്ഷ്യമാക്കിയിട്ട് നിരവധി തവണ വെടിവെച്ചു. അന്ധകാരമായതുകൊണ്ട് ഒന്നും തന്നെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല.
അതുകൊണ്ട് ആടുകളിൽ ഒന്നിനെ വെടിയേൽപ്പിക്കുന്നതിൽ മാത്രമാണ് ഞാൻ വിജയിച്ചത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടുവാനായിട്ട് ഞാൻ പലപ്പോഴും കൊതിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അന്വേഷണം തുടങ്ങി. ക്യാമ്പിൽ നിന്നുമുള്ള മറ്റു ചിലരും എൻ്റെ ഒപ്പം ചേർന്നു. ആടുകളുടെ രക്തത്തിൻ്റെയും റെയിൽ വലിഞ്ഞതിൻ്റെയും അടയാളം കാരണം വളരെ എളുപ്പത്തിൽ നരഭോജിയെ ട്രാക്ക് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. ഞങ്ങൾ താമസിയാതെ ഏകദേശം 1/4 മൈൽ അകലെയായിട്ട് സിംഹം തിരക്കിട്ട് ആഹരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവൻ ഏതോ ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിപ്പുണ്ട്. ഞങ്ങളുടെ സമീപനം കേട്ടവൻ ദേഷ്യത്തോടെ മുരണ്ടു. ഞങ്ങൾ അടുത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്നത് കുറ്റിക്കാടുകൾക്കിടയിലൂടെ അതിവേഗം ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുവാനായിട്ട് പാഞ്ഞെടുത്തു. ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ സംഘത്തിലെ എൻ്റെ സഹായികളിൽ ഒരാളും മുഴുവൻ സമയവും എന്നോടൊപ്പം സഞ്ചരിക്കുന്ന മിസ്റ്റർ വിംഗ്ലർ ഒഴികെയുമുള്ള സകല മനുഷ്യരും അടുത്തുള്ള മരത്തിലേക്ക് തിടുക്കപ്പെട്ട് വലിഞ്ഞു കയറി. പക്ഷെ നരഭോജി ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങി മറ്റൊരു കുറ്റിക്കാട്ടിലേക്ക് കയറുകയാണ് ചെയ്തത്. ഞങ്ങൾ അതിനെ അവസാനമായിട്ട് കണ്ട കുറ്റിക്കാട്ടിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞു. പൂർണ്ണമായ നിശബ്ദത മാത്രമായിരുന്നു മറുപടി. അവൻ പേടിച്ചോടിപ്പോയെന്ന് ഞങ്ങൾ ഊഹിച്ചു. അതുകൊണ്ട് വീണ്ടും ജാഗ്രതയോടെ മുൻപോട്ട് നീങ്ങി. ഒടുവിൽ ആടുകളെ കണ്ടെത്തി. മിച്ചമുള്ള 2 ആടുകളെയും അത് ഇതിനോടകം കൊന്നിരുന്നു. എന്നാൽ മാംസത്തിൽ തൊട്ടിരുന്നില്ല. നരഭോജി പതിവ് പോലെ ഇരയെടുക്കുവാനായിട്ട് മടങ്ങിയെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ചത്ത ആടുകളിൽ നിന്നും ഏതാനും അടികൾ അകലെയായിട്ട് വളരെ ശക്തമായ ഒരു തട്ടി ഞാൻ നിർമ്മിച്ചു. ഇരുട്ടും മുൻപായിട്ട് അതിൽ കയറി സ്ഥാനവും പിടിച്ചു. ഇത്തവണ എൻ്റെ തോക്കുവാഹകനായ മഹീനയെ പരിസരം നിരീക്ഷിക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരുന്നു. കാരണം ഇതിനോടകം നിരവധി രാത്രികൾ നിരീക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട് ഉറക്കമില്ലായ്മ കാരണം ഞാൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു. ഞാൻ സുഖമായിട്ട് മയങ്ങുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ആരോ പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. നോക്കിയപ്പോൾ ആടുകളുടെ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹീനയാണ് കണ്ടത്. ഷേർ, അവൻ മന്ത്രിച്ചു. ഞാൻ സ്ലഗ് ചാർജ് ചെയ്തു വെച്ച എൻ്റെ മിനുസമാർന്ന ഡബിൾ ബാരലെടുത്ത് ക്ഷമയോടെ കാത്തിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സിംഹം പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം വീക്ഷിച്ചപ്പോൾ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ഒരു കിരികിരാ ശബ്ദമുയർന്നു. അവൻ പതുങ്ങി പതുങ്ങി തുറസായ സ്ഥലത്തേക്ക് വന്നു. ഞങ്ങളുടെ കീഴിലൂടെയാണ് അതിപ്പോൾ പോകുന്നത്. ഞാൻ 2 ബാരലുകളിൽ നിന്നും ഒരുമിച്ച് അവൻ്റെ തോൽ ലക്ഷ്യമാക്കിയിട്ട് വെടിവെച്ചു. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വെടിയുടെ ആഘാതത്തിൽ അവൻ നിലത്തേക്ക് അമർന്നു പോകുന്നത് വ്യക്തമായിട്ടും കണ്ടു. പെട്ടെന്ന് ഞാൻ മാഗസിൻ റൈഫിളിലേക്ക് എത്തിച്ചു. പക്ഷേ അത് വീണ്ടും പ്രയോഗിക്കും മുൻപ് നരഭോജി കുറ്റിക്കാടുകൾക്കിടയിൽ അപ്രത്യക്ഷനായി. എനിക്ക് അവൻ്റെ പിന്നാലെ തോന്നിയ പാട് വെടിവെക്കേണ്ടി വന്നു. എങ്കിലും രാവിലെ അവനെ കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ട്. നേരം പുലർന്നപ്പോൾ തന്നെ പുറപ്പെട്ടു. 1 മൈലിലധികം ദൂരം രക്തബാധയെ പിന്തുടരുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. യാത്രയ്ക്കിടെ നരഭോജി പലതവണ വിശ്രമിച്ചതുകൊണ്ട് അതിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എങ്കിലും എൻ്റെ അന്വേഷണം വിജയിച്ചില്ല. കാരണം കുറച്ച് സമയത്തിന് ശേഷം രക്തത്തിൻ്റെ അടയാളം പൂർണ്ണമായിട്ട് നിലച്ചു. കൂടാതെ അവിടെയുള്ള ഭൂമിയുടെ ഉപരിതലം പാറയായിരുന്നു. അതുകൊണ്ട് എനിക്കിനി ട്രാക്ക് ചെയ്യുവാനായിട്ട് കഴിയില്ല. നിരാശയോടെ ഞങ്ങൾ തിരികെ മടങ്ങി. ഈ സമയത്താണ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, അതായത് ബ്രിട്ടീഷ് രാജിൻ്റെ സ്റ്റേറ്റ് റെയിൽവേയുടെ കൺസൾട്ടിംഗ് എഞ്ചിനീയറായ സർ ഗിൽഫോർഡ് മോൾസ്വർത്ത് KCIE, ഇതിൻ്റെ ഫുൾ ഫോം നൈറ്റ് കമാൻഡർ ഓഫ് ദ ഇന്ത്യൻ എംപയർ എന്നാണ്. അദ്ദേഹം വിദേശകാര്യ ഓഫീസിന് വേണ്ടിയുള്ള ഒരു പരിശോധനാ പര്യടനത്തിൽ സാവോയിലും വരികയുണ്ടായി. പാലവും മറ്റനുബന്ധ ജോലികളും പരിശോധിച്ച് പൂർണ്ണമായ സംതൃപ്തി പ്രകടിപ്പിച്ച ശേഷം അദ്ദേഹം നിരവധി ഫോട്ടോഗ്രാഫുകൾ എടുത്തു. അതിൽ 1-2 എണ്ണം ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുവാനായിട്ട് അദ്ദേഹം എനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. നരഭോജികളിൽ നിന്നും ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അറിഞ്ഞ് അദ്ദേഹം സഹതപിച്ചു. ഒരെണ്ണമെങ്കിലും കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുകയും ചെയ്തു. 2ാമത്തെ സിംഹത്തെ ഉടൻ തന്നെ പിടിക്കുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവനെയും അവസാനിപ്പിക്കുമെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പാതി സംശയാസ്പദമായിട്ടുള്ള പുഞ്ചിരി ഇന്നും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ ഏകദേശം 10 ദിവസത്തേക്ക് ഞങ്ങളുടെ ശത്രുവിൻ്റെ ഒരു ലക്ഷണവും എവിടെയും കാണപ്പെട്ടില്ല. മാരകമായി മുറിവേറ്റ നരഭോജി ഏതെങ്കിലും കുറ്റിക്കാട്ടി കിടന്ന് മരിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുവാൻ തുടങ്ങി. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും രാത്രിയിൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു. സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തത് മഹാഭാഗ്യമായിരുന്നു. അല്ലാത്ത പക്ഷം ഒരു ഇരയെ കൂടി അവൻ തൻ്റെ പട്ടികയിൽ ചേർക്കുമായിരുന്നു. ഡിസംബർ 27 രാത്രി എൻ്റെ ബോമയ്ക്ക് പുറത്തുള്ള ഒരു മരത്തിൽ ഉറങ്ങിക്കിടന്ന ട്രോളിക്കാരുടെ ഭയാനകമായിട്ടുള്ള നിലവിളികളാണ് എന്നെ ഉണർത്തിയത്. ഒരു സിംഹം അവരെ ആക്രമിക്കുവാനായിട്ട് ശ്രമിച്ചു. ചന്ദ്രൻ ഇരുണ്ട മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് മുന്നിലായിട്ട് ഒരു വാരിയിൽ കൂടുതൽ ദൂരത്തിൽ എന്ത് നിന്നാലും കാണുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് മണ്ടത്തരമാണ്. എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരു കാര്യം നരഭോജിയെ ഭയപ്പെടുത്തുവാനായിട്ട് കുറച്ച് റൗണ്ടുകൾ വെടിവെക്കുക എന്നത് മാത്രമാണ്. ഞാൻ റൈഫിൾ എടുത്ത് ഏതാനും നിറയൊഴിച്ചു. അത് ഫലം ചെയ്തു. ആ രാത്രിയിൽ പിന്നെ ആരും ആക്രമിക്കപ്പെട്ടില്ല. നരഭോജി കുറച്ചു നേരം അവിടെ മാകെ ചുറ്റി നടന്നു. അവൻ അവരുടെ എല്ലാ ടെൻറ്റുകളിലും കയറിയിറങ്ങിയെന്ന് രാവിലെ കണ്ടുപിടിച്ചു. കൂലികൾ ഉറങ്ങുന്ന മരങ്ങൾക്ക് ചുറ്റും കാൽപ്പാടുകളുടെ ഒരു വലിയ വലയം തന്നെ കാണപ്പെട്ടു. അടുത്ത ദിവസം വൈകുന്നേരം അവൻ മറ്റൊരു ശ്രമം കൂടി നടത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അതേ മരത്തിൽ സ്ഥാനം പിടിച്ചു. എന്നത്തെയും പോലെ ആ രാത്രിയുടെ ആരംഭവും വളരെ മോശമായിട്ടാണ് തുടങ്ങിയത്. കാരണം ശിഖരത്തിലേക്ക് കയറുന്നതിനിടെ ഒരു കുമ്പിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു വിഷപ്പാമ്പിനെയാണ് ഞാൻ പിടിച്ചത്. വളരെ വേഗത്തിൽ താഴേക്കിറങ്ങി. എൻ്റെ അനുയായി ഒരു നീണ്ട കഴ കൊണ്ട്
അതിനെ വിടുവിച്ച് താഴേക്കിട്ടു. ഭാഗ്യത്തിന് അന്നത്തെ രാത്രി നന്നായിട്ട് തെളിഞ്ഞതും മേഘരഹിതവുമായിരുന്നു. ചന്ദ്രപ്രകാശം പരിസരങ്ങളെ പകൽ പോലെ പ്രകാശമാനമാക്കി. പുലർച്ചെ 2 മണി വരെ ഞാൻ കാവൽ നിന്നു. പിന്നെ മഹിനെ അവന്റെ ഊഴം എടുക്കുവാനായിട്ട് എഴുന്നേൽപ്പിച്ചു. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ മരത്തിൽ പുറം അമർത്തി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങി. പെട്ടെന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന അസാധാരണമായൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. മഹിന ജാഗ്രതയോടെ പരിസരം നിരീക്ഷിക്കുന്നുണ്ട്. വിശേഷിച്ച് മറ്റൊന്നുമില്ല. എല്ലാ വശങ്ങളിലേക്കും ജാഗ്രതയോടെ നോക്കിയെങ്കിലും അസാധാരണമായ ഒന്നും തന്നെ കണ്ടെത്തുവാനായില്ല. അസ്വസ്ഥമായിട്ട് ഞാൻ വീണ്ടും കിടക്കുവാൻ തുടങ്ങി. അതിനു മുൻപ് അവസാനമായിട്ട് ഒരിക്കൽ കൂടി പരിസരം നിരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിക്കാടുകൾക്കിടയിലായിട്ട് എന്തോ ഒന്ന് ചലിക്കുന്നത് ഞാൻ കണ്ടു. ഏതാനും നിമിഷങ്ങൾ കൂടി ആ സ്ഥലത്തേക്ക് ഉറ്റുനോക്കി. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉറപ്പാക്കി. അത് നരഭോജിയായിരുന്നു. അവൻ ജാഗ്രതയോടെ ഞങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്ന മരത്തിന് ചുറ്റുമുള്ള നിലം തുറസാണ്. അവിടെയും ഇവിടെയും ഓരോരോ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്തേക്ക് ഈ തന്ത്രശാലിയായിട്ടുള്ള മൃഗം വരുന്നത് അവിടെയുള്ള ഓരോ മറവും മുതലാക്കിയാണ്. അതൊരു രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. മനുഷ്യനെ വേട്ടയാടുന്ന പ്രവൃത്തിയിൽ അവൻ വളരെയേറെ അനുഭവസമ്പത്തുള്ളവനാണെന്ന് ഈ വൈദഗ്ധ്യം മൂലം മനസ്സിലാക്കാം. ഇത്തവണ അവനെ നഷ്ടപ്പെടരുത്. അനാവശ്യമായിട്ടുള്ള പ്രതിബന്ധങ്ങളും മറ്റ് അപകട സാധ്യതകളും ഉണ്ടാകരുത്. ഈ തീരുമാനപ്രകാരം അവൻ വളരെയേറെ അടുത്ത്, ഞങ്ങളിൽ നിന്നും ഏകദേശം 20 മീറ്ററെങ്കിലും അകലെ എത്തും വരെ ഞാൻ കാത്തിരുന്നു. അവസാനം എൻ്റെ .303 നിന്നും നരഭോജിയുടെ നെഞ്ച് ലക്ഷ്യമാക്കിയിട്ട് വെടിവെച്ചു. ബുള്ളറ്റ് അവനിൽ ഇടിച്ചു കയറുന്ന ശബ്ദം ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. പക്ഷേ നിർഭാഗ്യത്തിന് അതിനെ വീഴ്ത്തുവാനായിട്ട് ആ വെടിയുണ്ടയ്ക്ക് കഴിഞ്ഞില്ല. ഒരു ഉഗ്രമായ അലർച്ചയോടെ അവൻ വട്ടം തിരിഞ്ഞ് വളരെ നീണ്ട കുതിപ്പുകളോടെ അപ്രത്യക്ഷനായി. എങ്കിലും അവൻ കാഴ്ചയിൽ നിന്നും മറയും മുൻപ് റൈഫിളിൽ നിന്നും 3 തവണ കൂടി വെടിവെക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതിൽ അവസാനത്തെ വെടിയും സിംഹത്തിന് ഏറ്റുവെന്ന് മറ്റൊരു അലർച്ച എന്നോട് പറഞ്ഞു. അക്ഷമയോടെ പകൽ വെളിച്ചത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. പുലരിയുടെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ വീണ കൂട്ടത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു. ഞാനൊരു പ്രാദേശിക ട്രാക്കറേയും എന്നോടൊപ്പം കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. എനിക്ക് നന്നായിട്ട് പരിസരം നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കും. മാർട്ടിനി കാർബൈനുമായിട്ട് മഹീനയും തൊട്ടു പിന്നിലുണ്ട്. മൃഗത്തിൽ നിന്നും ധാരാളം രക്തം പുറത്തു പോയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ ട്രാക്ക് ചെയ്ത് മുന്നേറുവാൻ കഴിഞ്ഞു. ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു 1/4 മൈലിൽ കൂടുതൽ മുന്നോട്ട് പോയില്ല. പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മുരൾച്ച ഞങ്ങളുടെ മുൻപിൽ നിന്നുമായിട്ട് കേട്ടു. കുറ്റിക്കാട്ടിലൂടെ ശ്രദ്ധയോടെ നോക്കി. നരഭോജി ഞങ്ങൾ വരുന്ന ദിശയിലേക്ക് നോക്കി ഉളിപ്പല്ലുകളും കാണിച്ച് കോപത്തോടെ മുരളുന്നത് എനിക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ടും കാണാം. ഞാൻ ഉടനെ ലക്ഷ്യം വെച്ച് ഒരു വെടിവെച്ചു. തൽക്ഷണം അവൻ പുറത്തേക്ക് ചാടി വന്നു. പിന്നെ ദൃഢനിശ്ചയത്തോടെ ഞങ്ങളെ ആക്രമിക്കുവാനായിട്ട് മുൻപോട്ട് വന്നു. ഞാൻ വീണ്ടും ഒരു വെടികൂടി വെച്ചവനെ നിലത്ത് വീഴ്ത്തി. എന്നാൽ ഒരു നിമിഷം വേണ്ടി വന്നില്ല. അവൻ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്നു. പിന്നെ അവശ നിലയിൽ കഴിയുന്നത്ര വേഗത്തിൽ എൻ്റെ നേരെ അടുത്തു. 3ാമത്തെ നിറയും ഒഴിച്ചു. പക്ഷെ ആ വെടി വേണ്ടത്ര ഏശിയില്ല. നരഭോജി മുൻപോട്ട് തന്നെ വരികയാണ്. എങ്ങനെയെങ്കിലും അതിനെ വീഴ്ത്തിയേ മതിയാകൂ. ഞാൻ മാർട്ടിന് കൈമാറുവാനായിട്ട് മഹിനിക്ക് നേരെ കൈ നീട്ടി. എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതവിടെ ഉണ്ടായിരുന്നില്ല. മാർട്ടിനി മാത്രമല്ല, മഹിനയും. പൊടുന്നനെ സിംഹത്തെ കണ്ടതോടെ അയാൾ ഓടിക്കളഞ്ഞിരുന്നു. അവനും കാർബൈനും അപ്പോഴേക്കും ഒരു മരത്തിന്റെ മുകളിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒട്ടും സമയം കളയാതെ എനിക്കും അതുതന്നെ ചെയ്യേണ്ടി വരും. മറ്റൊരു വഴിയുമില്ല. ഞാനും പിന്തിരിഞ്ഞ് ഓടി ആ മരത്തിൽ കയറി. ഭാഗ്യത്തിന് എൻ്റെ ഒരു ഷോട്ട് സിംഹത്തിന്റെ പിൻകാൽ ഒടിച്ചിരുന്നു. അല്ലെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ആ മൃഗത്തിന്റെ ഇരയാകുമായിരുന്നു. അവൻ മരത്തിന്റെ ചുവട്ടിൽ എത്തും മുൻപ് എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് മുകളിലേക്ക് ചാടി കയറുവാനുള്ള സമയവും കിട്ടില്ലായിരുന്നു. താൻ വൈകിപ്പോയെന്ന് സിംഹം മനസ്സിലാക്കി അവൻ വീണ്ടും കുറ്റിക്കാട്ടിലേക്ക് മുണന്തി നടക്കുവാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ഞാൻ മഹനയിൽ നിന്നും കാർബൈൻ മേടിച്ചു. അതിൽ നിന്നുമുള്ള ആദ്യ ഷോട്ട് അതിനെ നിശ്ചലമാക്കി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു. നരഭോജി വീണുപോയി. പിന്നെ അനങ്ങാതെ കിടന്നു. ഞാൻ പെട്ടെന്ന് മരത്തിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് നടന്നു. അതൊരു മണ്ടത്തരമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് മറ്റൊരു ആക്രമണത്തിന് ശ്രമിച്ചു. പക്ഷേ ഇത്തവണ നെഞ്ചിലേറ്റൊരു മാർട്ടിനി ബുള്ളറ്റും തലയിലേറ്റ മറ്റൊന്നും അവനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. എന്നിൽ നിന്നും കേവലം 5 മീറ്റർ അകലെ നരഭോജി ആ പാതയിൽ വീണു. പിന്നെ അവസാനമായിട്ട് നിലത്ത് കിടന്നൊരു മരക്കൊമ്പിൽ ക്രൂരമായിട്ട് കടിച്ചു. അപ്പോഴേക്കും വെടിയൊച്ച കേട്ട ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ തൊഴിലാളികളും സ്ഥലത്ത് എത്തിയിരുന്നു. അവരുടെ കൂട്ടുകാരെ കൊന്നൊടുക്കിയ ആ ക്രൂര ജന്തുവിനോടുള്ള അവരുടെ ദേഷ്യം വളരെ വലുതായിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ടാണ് നരഭോജിയുടെ ജഡം കഷ്ണം കഷ്ണങ്ങളാക്കുന്നതിൽ നിന്നും അവരെ തടയുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഒടുവിൽ നാട്ടുകാരുടെയും കൂലികളുടെയും ആഹ്ലാദാരവങ്ങൾക്കിടയിലൂടെ സിംഹത്തെ എൻ്റെ ബോമയുടെ അടുത്തെത്തിച്ചു. പരിശോധനയിൽ അതിൻ്റെ ഉടലിൽ 6ൽ കുറയാത്ത ബുള്ളറ്റ് ദ്വാരങ്ങൾ ഞങ്ങൾ കണ്ടു. പിൻഭാഗത്ത് കണ്ട ചെറിയ മുറിവ് ഏകദേശം 10 ദിവസം മുൻപ് ഞാൻ സ്കഫോൾഡിങ്ങിൽ നിന്നുകൊണ്ട് അവന് നേർക്ക് വെച്ച സ്ലഗിൻ്റെ ആയിരുന്നു. ഇവൻ്റെ മൂക്കിൻ്റെ അറ്റം മുതൽ വാലിൻ്റെ അറ്റം വരെ 9 അടി 6 ഇഞ്ച് നീളമുണ്ട്. ഉയരം 3 അടി 11.5 ഇഞ്ചാണ്. ഇത്തവണയും അവൻ്റെ കൂട്ടാളിയുടെ കാര്യത്തിൽ എന്ന പോലെ മുള്ളുകൾ കയറി ചർമ്മം ആഴത്തിൽ മുറിവേറ്റ് വികൃതമായിരുന്നു.
രണ്ടാമത്തെ ചെകുത്താന്റെ മരണവാർത്ത താമസിയാതെ രാജ്യത്ത് ഉടനീളം പരന്നു. നാട്ടുകാർ ലൈനിന്റെ മുകളിലുള്ള പ്രദേശത്ത് നിന്നും താഴെ നിന്നും ദീർഘദൂരം യാത്ര ചെയ്ത് എന്റെ ട്രോഫികൾ കാണുവാനെത്തി. നരഭോജിയുടെ ജഡത്തെ നോക്കിക്കൊണ്ട് പിശാച്, കൊലയാളി എന്നൊക്കെ അവർ വിളിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒളിച്ചോടിയ കൂലികൾ സാവോയിലേക്ക് മടങ്ങിയെത്തി എന്നതാണ്. 2 സിംഹങ്ങളെ കൊന്നതിന് ശേഷം എന്നോടുള്ള തൊഴിലാളികളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം അത് നിരീക്ഷിക്കുന്നത് ശരിക്കും രസകരമായിരുന്നു. ഇവർ ഒരിക്കൽ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചവരാണ്. ഇപ്പോഴാകട്ടെ നന്ദി സൂചകമായിട്ട് അവർ എനിക്ക് മനോഹരമായൊരു വെള്ളിപ്പാത്രവും ഒപ്പം അവരുടെ കഷ്ടപ്പാടുകളെയും നരഭോജികളുടെ ആക്രമണത്തെയും ഒടുവിൽ ഞാൻ അവയുടെ മേൽ നേടിയ എൻ്റെ വിജയത്തെയും വിവരിക്കുന്ന ഹിന്ദുസ്ഥാനിയിൽ എഴുതിയ ഒരു നീണ്ട കവിതയും സമ്മാനിച്ചു. കവിതയിൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ബൈബിൾ ഭാഷയിലാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വിവർത്തനം അനുബന്ധത്തിൽ നൽകിയിട്ടുണ്ട്. ആ വെള്ളിപ്പാത്രം എനിക്ക് കിട്ടിയ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ്. ഞാൻ കഠിനമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടയാളമാണ്. ആ പാത്രം എൻ്റെ യാതനകളെ ഓർമ്മിപ്പിക്കും. ആ പാത്രത്തിൽ കൊത്തിവെച്ച ലിഖിതങ്ങളിൽ ഉള്ളത് ഇതാണ്: സാർ, താങ്കളുടെ മേൽവിചാരകന്മാരും, അതായത് ഓവർസിയർമാർ, സമയപാലകരും, മേസ്ത്രിമാരും ജോലിക്കാരുമായ ഞങ്ങളുടെ ടെന്റ് തകർത്ത് ഞങ്ങളുടെ കൂട്ടുകാരെ ആഹരിക്കുവാൻ തുടങ്ങിയ ഭീകര രാക്ഷസന്മാരും നരഭോജികളുമായിട്ടുള്ള 2 സിംഹങ്ങളെ സ്വന്തം ജീവൻ അപകടത്തിലാക്കി നിങ്ങൾ കൊന്നു. അതുവഴി ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു. താങ്കളുടെ ധീരതയ്ക്കുള്ള നന്ദി സൂചകമായിട്ട് ഈ പാത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പാത്രം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന വേളയിൽ നിങ്ങളുടെ ദീർഘായുസ്സിനും സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരും നടത്തിയ പ്രാർത്ഥനകളും കൂട്ടിച്ചേർക്കുന്നു. ഞങ്ങൾ എന്നും അങ്ങയുടെ കൂടെ നിലകൊള്ളും. അങ്ങയുടെ വിശ്വസ്തരും നന്ദിയുള്ളവരുമായിട്ടുള്ള ദാസന്മാർ എന്ന് താങ്കളുടെ തൊഴിലാളികൾക്ക് വേണ്ടി ബാബു പുരുഷോത്തം, ഹുർജി പൂർമർ, ഓവർസിയർ ആൻഡ് കാർക്ക് ഓഫീസ് വർക്കേഴ്സ്, 1899 ജനുവരി 30, സാവോ. സാവോയിലെ നരഭോജികൾ എന്ന ഈ കഥാവർണ്ണന അവസാനിപ്പിച്ചു പോകും മുൻപ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ 2 സിംഹങ്ങൾക്കും മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യാസമുണ്ടെന്ന് ഹൗസ് ഓഫ് ലോർഡ്സിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി. ഉഗാണ്ട റെയിൽവേയുടെ നിർമ്മാണത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരേതനായ സാലിസ്ബറി പ്രഭു പറഞ്ഞത് ഇങ്ങനെയാണ്: നരഭോജികളായ സിംഹങ്ങളുടെ ഒരു കൂട്ടം പ്രദേശത്ത് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ തൊഴിലാളികളുടെ മാംസത്തിനോട് താല്പര്യം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജോലികൾ മുഴുവനും 3 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചു. ഒടുവിൽ തൊഴിലാളികൾ അവരെ രക്ഷിക്കുന്നില്ലെങ്കിൽ മുൻപോട്ട് പോകുവാനായിട്ട് പൂർണ്ണമായിട്ടും വിസമ്മതിച്ചു. ഒടുവിൽ ഈ സിംഹങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് ആ ധീരനായിട്ടുള്ള വേട്ടക്കാരൻ എത്തും വരെ ഞങ്ങളുടെ നിർമ്മാണ ജോലികൾ മുൻപോട്ട് പോയില്ല. കൂടാതെ 1900 മാർച്ച് 3 സ്പെക്ടേറ്ററിൽ റെയിൽവേ നിർമ്മാണം നിർത്തിവെച്ച സിംഹങ്ങൾ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം വന്നിരുന്നു. അതിൽ നിന്നുമാണ് ഇനി പറയുന്ന ഉദ്ധരണികൾ എടുത്തിട്ടുള്ളത്. സമറിയായുടെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തിയ സിംഹങ്ങളുടെ കഥ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിന് തുല്യമായിട്ട് ആധുനിക കാലത്ത് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നാം എല്ലാവരും അറിയേണ്ടതാണ്. അസീറിയൻ രാജാക്കന്മാരുടെ കാലം മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷം വരെ മനുഷ്യരെ ഒന്നടങ്കം പേടിപ്പിച്ച സിംഹക്കൂട്ടത്തിന്റെ കഥകൾ കഥകളിൽ മാത്രമായിരുന്നു നിലകൊണ്ടത്. അതിപ്പോൾ യാഥാർത്ഥ്യത്തിൽ വന്നിരിക്കുന്നു. ആയുധധാരിയോ നിരായുധനോ ആരുമാകട്ടെ, വെള്ളക്കാരനോ കറുത്ത വർഗ്ഗക്കാരനോ ആരുമാകട്ടെ, ഈ 2 ജീവികൾ ആരെയും വിട്ടുവെച്ചില്ല. അവർ മനുഷ്യരോട് ചെയ്ത ആക്രമണത്തിന് തുല്യം വയ്ക്കുവാനായിട്ട് മറ്റൊരു കഥ ആധുനിക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ കഥ നമ്മളെ ചരിത്രപരമായിട്ട് എത്രയോ ദൂരമാണ് കൊണ്ടുപോകുന്നത്. പുരാതന മനുഷ്യൻ ഇതുപോലെയുള്ള ശത്രുക്കളെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് ആധുനിക മനുഷ്യനെ കണക്ക് കൂട്ടുക അസാധ്യമായിരിക്കും. സാവോയിലെ സിംഹങ്ങളെ എടുത്താൽ പുരാതന മനുഷ്യർ ജീവികൾക്കെതിരെ പ്രതിരോധിക്കുവാനായിട്ട് ഇത്ര കാലം വരെയും ഉപയോഗിച്ചിരുന്ന അഗ്നിയെ അവർ ഭയപ്പെട്ടില്ല. സാവോ സിംഹങ്ങളെ വിഷം കൊണ്ട് കൊലപ്പെടുത്തുവാൻ അനേകം ശ്രമങ്ങൾ നടന്നു. അവയെല്ലാം പരാജയപ്പെട്ടു. മനുഷ്യജീവന് ഹാനി വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലുവാനായിട്ട് സ്ട്രിക്നൈൻ പുരാതന കാലം മുതലേ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ സാവോയിലെ സിംഹങ്ങൾ അത്തരം കെണികളെ അവരുടെ വിശേഷ ബുദ്ധി കൊണ്ട് അവഗണിച്ചു. ടെറ്റ്സി ഈച്ചയുടെ കടിയേറ്റ് വിഷബാധയേറ്റ് മരിച്ച മൃഗങ്ങളുടെ ശവങ്ങൾ നരഭോജികൾ വരുവാനായിട്ട് സാധ്യതയുള്ള നിരവധി സ്ഥലങ്ങളിൽ വെച്ചിരുന്നു. പക്ഷേ ഈ തന്ത്രശാലികളായിട്ടുള്ള നരഭോജികൾ അവയിൽ ഒന്നിനെ പോലും തൊട്ടുനോക്കിയില്ല. ചത്തുമലച്ച ജഡങ്ങളെക്കാളും ജീവൻ തുടിക്കുന്ന മനുഷ്യരെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. മനുഷ്യകുലത്തിന്റെ ചരിത്രം എടുത്താൽ അവർ ഒരു പക്ഷേ ശത്രുക്കളായിട്ടുള്ള ജീവികൾക്കെതിരെ വിഷപ്രയോഗം നടത്തിയിരുന്നു. കാരണം അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. വളരെയേറെ വിദഗ്ധമായിട്ടാണ് അമേരിക്കയിലും പശ്ചിമ മധ്യാഫ്രിക്കയിലുമുള്ള ഉഷ്ണമേഖലാ വനങ്ങളിലെ മനുഷ്യർ വിഷപ്രയോഗം നടത്തി വന്നത്. പക്ഷേ യൂറോപ്പിലും അസീറിയയിലും എന്തിനേറെ ഏഷ്യ മൈനറിലും പാർത്തിരുന്ന പഴയകാല ജനതകൾ സിംഹങ്ങളെയോ ചെന്നായ്ക്കളെയോ ഈ രീതിയിൽ കൊന്നതിന് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അവർ ശിക്കാരികളായിരുന്നു. രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ഗോത്രത്തലവനോ അതുമല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ചാമ്പിനോ വേണ്ടിയാണവർ മാംസഭുക്കുകളായ ഇത്തരം മൃഗങ്ങളെ കൊന്നൊടുക്കിയത്. ഒരു കണക്കിൽ നോക്കിയാൽ അതിനെ വേട്ടയുടെ ഗണത്തിൽപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. രാജാക്കന്മാരോടും നേതാക്കന്മാരോടുമുള്ള വിധേയത്വവും അവരുടെ കടമയുമായിരുന്നു അത്. ക്രൂരമൃഗങ്ങളെയും കൊള്ളക്കാരെയും ഇല്ലാതാക്കിയ തെസ്യൂസ്, അസാധാരണമായ സിംഹത്തിനെ കൊന്നൊടുക്കിയ ഹെർക്കുലീസ്, അതുപോലെ വ്യാളിയെ വധിച്ച സെന്റ് ജോർജ്, അങ്ങനെ തുടങ്ങിയുള്ള നിരവധി വ്യക്തികളും കഥാപാത്രങ്ങളും എക്കാലത്തും ഓർക്കപ്പെടുന്നതാണ്.
എന്നാൽ ഇതിനെല്ലാം കഥകൾക്കും അപ്പുറം മനുഷ്യ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ സാവോ നദിയുടെ തീരത്ത് നടന്ന ഈ യഥാർത്ഥ സംഭവം ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അന്ന് 100 കണക്കിന് വിളക്കുകൾ കൊണ്ട് സാവോയിലെ കാട്ടുപ്രദേശം മിന്നിമറഞ്ഞു. അപ്പോഴാണ് ഒരു സിംഹം ചത്തേ എന്ന ആർപ്പുവിളി ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് കൈമാറ്റം ചെയ്തത്. ആ രാത്രിയിൽ നിരാശരായിട്ടുള്ള ആ ജനത അർദ്ധരാത്രിയിൽ വനമധ്യേ ഒരു വെള്ളക്കാരന്റെ കാലിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. അയാളുടെ കാലിൽ അവർ തലകൾ ചേർത്ത് വെച്ചു. മറ്റ് ആഫ്രിക്കൻ നിവാസികൾ ആനന്ദം കൊണ്ട് വന്യവും ആചാരപരവും കിരാതവുമായിട്ടുള്ള അവരുടെ നൃത്തം ചെയ്തു. അത് അവരുടെ നന്ദിയുടെ പ്രകടനമായിരുന്നു. ഓർക്കുക, മനുഷ്യൻ പ്രകൃതിയുടെ അനിഷേധത്തിനായിട്ടുള്ള നേതാവാണ്. എന്നാൽ ഈ മൃഗങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള സങ്കല്പത്തെ തച്ചുടച്ച് പൂർണ്ണമായിട്ടും അവരുടെ കിരാതമായിട്ടുള്ള ആധിപത്യത്തിന് കീഴിൽ ഒരു ജനസമൂഹത്തെ ആക്കി. ആ സമരത്തെയാണ് വീരനും വിമോചകനുമായ ഒരു വ്യക്തി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചത്. താൻ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം എത്ര വലുതാണെന്ന് ഒരുപക്ഷെ മിസ്റ്റർ പാറ്റേഴ്സും പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കഥ തീരും മുൻപ് ഒരു കാര്യം കൂടി. ഈ 2 നരഭോജികൾ ലോകമാസകലം വലിയ പ്രശസ്തി നേടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് 28 കുറയാത്ത ഇന്ത്യൻ കൂലികളെ അവർ ആഹരിച്ചിരുന്നു. കൂടാതെ രേഖകളിൽ എഴുതപ്പെടാത്ത നിരവധി ആഫ്രിക്കൻ സ്വദേശികളെയും. സാവോയിലെ നരഭോജികൾ എന്ന കഥ ഇവിടെ തീരുകയാണ്.